നബിദിനം ആഘോഷം. നബിദിനാഘോഷം പുണ്യകർമ്മമാണ്. ആഘോഷം എന്താണ്? പുണ്യകർമ്മമാണ്. അത് അനുവദനീയം എന്ന് മാത്രമല്ല, പിന്നെന്താണ്? പുണ്യകർമ്മവും കൂടെയാണ്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല, ആചരിക്കാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞ പൂർവസൂരികളായ പണ്ഡിതന്മാർ പറഞ്ഞവരൊക്കെ ചില പ്രത്യേകമായ സതുദ്ദേശത്തിൽ പറഞ്ഞവരാണ്. പക്ഷേ അതിനെ ഏറ്റുപിടിച്ച് ഇന്ന് ഇതൊക്കെ പാടില്ല, അതൊക്കെ കടുത്ത ബിദ്അത്താണ്, ബിദ്അത്ത് മുങ്കറത്താണ്, ഹറാമാണ് എന്നൊക്കെ പറയുന്നത് പരിധി ലംഘനമാണ്. പരിധി ലംഘനമാണ്. ശരീഅത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്ത, ശരീഅത്തിന്റെ മഖാസിദുകളും ഉസൂലുകളും മനസ്സിലാക്കാതെ പിന്നെ ഇവരൊക്കെ ചോദിക്കുന്നത് എന്താ? നബി ചെയ്തിട്ടുണ്ടോ? അല്ലേ? വേണ്ട, നബി ചെയ്തിട്ടില്ലേ? വേണ്ട. സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ? ഏത് സഹാബിയാണ് നബിദിനം ആഘോഷിച്ചിട്ടുള്ളത്? സഹാബാക്കളാണ്. ശരി, വേണ്ട. താബിയങ്ങൾ ആരാണ് ആഘോഷിച്ചിട്ടുള്ളത്? ഇല്ല. എന്നാ വേണ്ട, ഇമാമിയങ്ങൾ ആരാണ് ഇമാമിയങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് പറഞ്ഞ പിന്നെ ആ ചോദ്യം ചോദിക്കില്ല. അതുകൊണ്ട് ഇമാമിയങ്ങൾ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ആരാണ് നബിദിനം ആഘോഷിച്ചിട്ടുള്ളത്? ചോദ്യത്തിൻ്റെ ഖുലാസ എത്രയേ ഉള്ളൂ. ശരീഅത്തിൽ തെളിവ് ഫിഇല് മാത്രമാണ്. നബിയുടെ ഫിഇലുൻ നബി, ഫിഇലു സഹാബി, പിന്നെ ഫിഇലു താബിഇ അല്ലെങ്കിൽ ഫിഇലുൽ അയിമ്മ. അവർ ചെയ്താൽ മാത്രം ശറഇൽ തെളിവ്, ചെയ്തില്ലെങ്കിൽ തെളിവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ ഹാസിൽ. ആ പറഞ്ഞതിൻ്റെ ഹാസിൽ അതല്ലേ? നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ആര്? സഹാബാക്കൾ. അപ്പോൾ സഹാബാക്കളുടെ ഫിഇലുണ്ടെങ്കിൽ മാത്രമാണ് ശറഇൽ തെളിവ്. ഫിഇലില്ലെങ്കിൽ എന്തില്ല? തെളിവില്ല. വിവരമുള്ള ആരെങ്കിലും, ശറഅ് പഠിച്ച വിവരമുള്ള ആരെങ്കിലും പറയുമോ? ഇപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നബിതങ്ങളുടെ ഖൗലുണ്ട്, ഫിഇലില്ല, പറ്റൂല, നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമോ? ചോദിക്കാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തങ്ങൾ ചെയ്തിട്ടില്ല. പറഞ്ഞ പോരാ, ചെയ്യണം, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇതാരും മിണ്ടാത്തത്. സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ പോരാ, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഫിഇല് എന്നുള്ളത് ലാസ്റ്റ് തെളിവാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖൗലും ഫിഇലും വരുമ്പോൾ ഖൗലിനാണ് പ്രാധാന്യം, ഫിഇലിനല്ല. അവിടെ തന്നെ ഫിഇലു സഹാബി ഹുജ്ജത്തുൻ അം ലാ എന്നൊരു ചർച്ച തന്നെയുണ്ട്. ഒരു സഹാബിയുടെ ഫിഇലുണ്ട്, ആ ഫിഇല് വെച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അവിടെ തെളിവായിട്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള മുൻഗാമികളുടെ ഇടയിൽ ചർച്ച തന്നെ ഉള്ള ഒരു വിഷയമാണ്. ഇപ്പം ശറഇൽ അടിസ്ഥാനം എന്തല്ല? ഫിഇലല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അവർ ചെയ്തിട്ടുണ്ടോ ഇവർ ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്നവർ ആദ്യം മനസ്സിലാക്കണം. ശറഇന്റെ തെളിവ് ഹുജജു ശറഇ ഗൈറു മഖ്സൂരിൻ അലൽ ഫിഇൽ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഫിഇലിൽ മാത്രമേ ശറഇന്റെ തെളിവുകൾ എന്ത് ചെയ്യുന്നുള്ളൂ? പരിമിതമാകുന്നുള്ളൂ. ഫിഇല് മാത്രമാണ് തെളിവ് എന്നുള്ളത് തെറ്റായ കാര്യം മനസ്സിലാക്കലാണ്. അതല്ല, അതാദ്യം മനസ്സിലാക്കുക. ശറഇന്റെ അടിസ്ഥാന തെളിവുകൾ എന്താ? ഖൗലിലൂടെ, ഖൗല്, അതുപോലെ ഖൗല്, ഫിഇല്, തഖ്രീർ, ഇവകളിൽ നിന്നും എടുക്കപ്പെട്ട ഖത്ഈയായ തെളിവുകളിലൂടെ എടുക്കപ്പെട്ട പൊതു നിയമങ്ങൾ, മഖാസിദു ശരീഅ, ശരീഅത്തിന്റെ മഖാസിദുകൾ. ശറഇന് ഇപ്പൊ തൗഹീദ്, അഖീദയായാലും ശരി, പ്രവർത്തനങ്ങളായാലും ശരി, ശറഇന്റെ മഖാസിദുകൾ, ലക്ഷ്യങ്ങൾ, ശറഇന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ, ഇതൊക്കെ വളരെ ഖണ്ഡിതമായ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളവകളാണ്. ഈ ഖണ്ഡിതമായ ഈ തെളിവിന്റെ കീഴിൽ, പരിധിയിൽ ഏതൊക്കെ വരുന്നോ അതൊക്കെ ആ തെളിവിന്റെ പിന്നിൽപ്പെട്ടതാണ്. ഇതൊക്കെ തെളിവാണ്. അത് ഖൗലാകട്ടെ, ഫിഇലാകട്ടെ, അതല്ല ഏതെങ്കിലും ഒരു തെളിവിൽ നിന്നും ലഭിക്കുന്നതാകട്ടെ. മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ആയിരക്കണക്കിന് മസലകളൊക്കെ അവരെന്ത് ചെയ്തു? ഇജ്തിഹാദ് ചെയ്തെടുത്തത് ഒരു ഹദീസ് വെച്ചുകൊണ്ട് ആ ഹദീസിൽ നിന്നും ഒരു പൊതു നിയമം എടുക്കുകയും ആ നിയമത്തിൽ നിന്നും ധാരാളം ആയിരക്കണക്കിന് മസലകൾ അവരെന്ത് എടുക്കും. ഈ ആയിരക്കണക്കിന് മസലകൾക്കും തെളിവ് ആ ഒരു ഹദീസ് തന്നെയാണ്. അതിൽ നിന്നും ഒരു പൊതു നിയമം സ്ഥിരപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ബിദ്അത്തിന് നിർവചനം പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, എന്താ?
ഷറഇന്റെ ഉസൂലുകൾക്ക് വിരുദ്ധമായത് എന്നാ പറയുന്നത്. മാ ഖാലഫ ഉസൂല ശരീഅത്തി, ഷറഇന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ടല്ലോ, ഉസൂലുകൾ, ആ ഉസൂലുകൾക്ക് വിരുദ്ധമായതാണ് ബിദ്അത്ത്. അല്ല നബി പറയാത്തത്, നബി ചെയ്യാത്തത് എന്ന് അതിന്റെ വ്യാഖ്യാനം പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം നവവി റഹ്മഹുല്ലായെ പോലുള്ള, ഇമാം സുബ്കിയെ പോലുള്ള, മുല്ല അലിയുൽ ഖാരിയെ പോലുള്ള, അങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ, ഇമാം സഖാഫി, ഇമാം ഖസ്തല്ലാവി, പേരുകൾ എണ്ണിപ്പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത്രയും വലിയ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മഹുല്ലാ മുതൽ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ നബിദിനം ആഘോഷിച്ചിട്ടുള്ളതും അത് ആഘോഷിക്കാൻ അവർ പ്രേരിപ്പിച്ചിട്ടുള്ളതും. ഇവിടെ നബിദിന ആഘോഷം അത് എന്താണ്? നല്ലതാണ്. അവൻ്റെ നല്ല നബിയോടുള്ള മഹബത്തിൻ്റെ പേരിലും നബി എന്ന ആ നിഅമത്ത് തനിക്ക് ലഭിച്ചതിലുള്ള സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗവുമാകുകയാണെങ്കിൽ അത് പുണ്യകർമ്മവുമാണ്. യുസാബു അലൈഹി ഫായിലുഹു, അത് കൂലി കിട്ടും. എന്നാൽ ഏത് നബിദിനാഘോഷമാണ് പുണ്യകർമ്മം? എങ്ങനെ നബിദിനം ആഘോഷിച്ചാലാണ് പുണ്യമാകുന്നത്? എങ്ങനെ നബിദിനം ആഘോഷിച്ചാൽ കുറ്റകരമാകും, ശിക്ഷയാകും, ദീനിനെ പിച്ചു ചീന്തലാകും? അതും കൂടെ നമ്മൾ ഈ നബിദിനം ആഘോഷിച്ച് ഈ പണ്ഡിതന്മാർ അതുകൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞതോടൊപ്പം എങ്ങനെ ആഘോഷിക്കണം എന്നുകൂടെ ഈ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവിടെയും നബിദിനം ആഘോഷിക്കാൻ പറയും, അതിനെതിരെ വരുന്ന പുത്തൻവാദികളുടെ വാദങ്ങൾക്ക് മറുപടി പറയും. ഇത്രയേ ഉള്ളൂ. ഈ മഹത്തുക്കളൊക്കെ എങ്ങനെ ആഘോഷിക്കാൻ പറഞ്ഞു എന്നുള്ളത് നമ്മൾ പറയില്ല, അത് ചെയ്യൂല. എന്തേ? മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ മഹാനവറുകളാണ്. മഹാനവറുകളുടെ വാക്ക് എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഇമാം സുയൂത്തി അൽ ഹാദിയിൽ എന്ത് ചെയ്യുന്ന നബിദിനാഘോഷം പുണ്യകരമാണ് എന്ന് സ്ഥാപിക്കുന്നത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ പറയുന്നത് കേൾക്കി. ഖാല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹജരിൻ റഹ്മഹുല്ലാ, അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ പറയുന്നതിൻ്റെ ഹാസിൽ ചുരുക്കം ഇതാണ്: നബിദിനം ആഘോഷിക്കുന്നത് ഏതടിസ്ഥാനത്തിലാ? അള്ളാഹുവിൻ്റെ നിഅമത്ത്, അഷ്റഫുൽ ഖൽഖ് എന്ന നിഅമത്ത് നമുക്ക് ലഭിച്ചതിലുള്ള ആ ശുക്ർ, നന്ദി രേഖപ്പെടുത്തുക, അള്ളാഹുവിന് ആ ശുക്ർ വെളിപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് നബിദിന ആഘോഷം. അപ്പൊ ശുക്രിന്റെ മേൽ അറിയിക്കുന്ന ഏത് പ്രവർത്തനവും ചെയ്യാം. ആ ദിവസം നോമ്പ് പിടിക്കുക. ചില ചോദിക്കില്ലേ, നബി തങ്ങൾ നോമ്പല്ലേ പിടിച്ച്, നിങ്ങളെന്താ നോമ്പ് പിടിക്കുക? നമ്മൾ നോമ്പ് പിടിക്കേണ്ടെന്ന് പറഞ്ഞോ? നോമ്പ് പിടിക്കുക, നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, സ്വതക്ക ചെയ്യുക, അങ്ങനെയെല്ലാം ശുക്രിന്റെ മേൽ അറിയിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അവകളൊക്കെ എന്ത് ചെയ്യാം? ആ ദിവസം നമ്മൾ ചെയ്യാം. അതുപോലെ സുറൂർ, സന്തോഷം. നമുക്ക് ആ നിഅമത്ത് കിട്ടിയാൽ സന്തോഷിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ടല്ലോ. ഈ സന്തോഷത്തിൻ്റെ മേൽ അറിയിക്കുന്ന, സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഏതെല്ലാം മാർഗങ്ങൾ ശറഅ അനുവദിച്ചിട്ടുണ്ടോ ആ രൂപത്തിലൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നബിദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? എന്താണ് നബിദിനത്തിൽ ചെയ്യേണ്ടത്? ഫയംബഗി, മഹാനവറുകൾ പറഞ്ഞു, അൻ യുഖ്തസറ ഫീഹി. യുഖ്തസറ പണ്ഡിതമൊക്കെ ഖസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? പരിമിതപ്പെടുത്തുക. ഇത്രയേ ചെയ്യാവൂ. അതാണ് അൻ യുഖ്തസറ ഫീഹി. അതിൽ നമ്മൾ പരിമിതപ്പെടുത്തണം. അലാ മാ യുഫ്ഹിമു ശുക്ര ലില്ലാഹി തആല, അള്ളാഹുവിനുള്ള ശുക്രിന്റെ മേൽ അറിയിക്കുന്ന പ്രവർത്തനങ്ങളിൽ പരിമിതപ്പെടുത്തണം. മിൻ നഹവി മാ തഖദ്ദമ ദിക്റുഹു മിനത് തിലാവത്തി വൽ ഇത്ആമി വസ്സദഖ. ഇതൊക്കെയാ ചെയ്യേണ്ടത്. അന്നദാനം. ഇത് എന്തല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കന്തൂരി എന്ന് പറയും. അങ്ങനെയുണ്ട്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? നബിദിനത്തിന് ചാപ്പാട് വെച്ച് കൊടുക്കുന്നത്
ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ദാനം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂടെ ചേർന്ന് പിരിച്ചിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ചാപ്പിടുക, അതാണോ ദാനം? ഇതിന് ദാനം എന്ന് പറയുമോ? നമ്മൾ 4-5 പേര് ചേർന്നിരുന്ന ആൾക്ക് 1000 രൂപ വെച്ചെടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ആട് വാങ്ങിച്ച് വെട്ടി എല്ലാവരും കൂടെ കൂശാലായി ചാപ്പാട് പഠിച്ചിട്ട് പിരിഞ്ഞു. ഇത് ദാനമാകുമോ? ഇവിടെ നബിദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്നദാനങ്ങൾ 2 തരത്തിൽ നടക്കുന്നുണ്ട്. ധാരാളം മഹല്ലുകളിൽ ആ മഹൽ അംഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത തുക പിരിക്കുകയും ആഹാരമൊക്കെ വെച്ചിട്ട് ആ മഹല്ലിലുള്ള അംഗങ്ങളുടെ എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം പുറമേ നിന്ന് വരുന്ന സാധുക്കൾക്കും ഫുഖറാക്കൾക്ക് കൂടെ എന്ത് ചെയ്യുന്ന ആഹാരം കൊടുക്കും. ടോക്കൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ടോക്കൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറമേ നിന്ന് വരുന്ന സാധുക്കൾക്കും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നു? ആഹാരം നൽകുന്ന ഒരു രീതിയുണ്ട്. ഇതൊന്ന്. രണ്ടാമത് രീതി, കാശ് കൊടുത്തവർക്ക് ടോക്കൻ കൊടുക്കും. ആ ടോക്കൻ കൊണ്ടുവരുന്നവർക്ക് മാത്രം ആഹാരം, ബാക്കിയുള്ളവർക്കാർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ഇതും നടക്കുന്നു, ഇല്ലേ? ഇല്ല ഇല്ല എന്ന് പറയുന്നു. അപൂർവമായിട്ടല്ല, ഇങ്ങനെയും നടക്കുന്നുണ്ട്. ഈ 2 എണ്ണത്തിൽ ആദ്യം പറഞ്ഞത് ഏത്? പിരിക്കണമല്ലോ, പൈസ വെറുതെ ആകാശത്തു നിന്ന് ഇറങ്ങില്ലല്ലോ. അപ്പോൾ ആ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന ആളുടെ കയ്യിൽ കാശെടുക്കുക. അപ്പോൾ അവരെല്ലാവരും കൂടെ പള്ളിയുടെ പൈസയാകാൻ പാടില്ല കേട്ടോ, അത് ജമാഅത്തിൻ്റെ പൈസയാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. പള്ളിയുടെ പൈസ ഇതിനു വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഹറാമാണ്. പള്ളി പൈസ എടുക്കാൻ പാടില്ല. പിന്നെ നാട്ടുകാരിൽ നിന്നും ഇതിനു വേണ്ടി പിരിച്ച് എന്ത് ചെയ്തു? ആഹാരമൊക്കെ തയ്യാറാക്കി ആ മഹല്ലിലുള്ളവർക്കും പുറത്തു നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അംഗങ്ങൾ കൂടുതലുള്ളവർക്ക് അതനുസരിച്ചൊക്കെ എന്ത് കൊടുക്കും. വരുന്നവർ ആരെയും തടയില്ല. ആഹാരം കഴിക്കാൻ അവിടെ വരുന്നവർ ആരെയും എന്ത് ചെയ്യില്ല? തടയില്ല. ഇത് അന്നദാനത്തിൽ പെട്ടതാണ്, പുണ്യപ്രവർത്തിയാണ്. ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് ജീലാനിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് കിടക്കാം. ഷെയ്ഖ് ജീലാനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള അന്നദാനത്തിനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പിന്നെ പറയാം. അപ്പോൾ ഏതായാലും ഇത് നല്ല കാര്യമാണ്. എന്നാൽ കുറച്ച് പേരെന്ത് ചെയ്ത് ചേർന്ന് പിരിച്ചു, ചാപ്പാട് വെച്ചു, അവർ തന്നെ എന്ത് ചെയ്ത് കഴിച്ചു. പുറമേ നിന്ന് വരുന്നവർക്ക് ആർക്കും എന്ത് ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അത് അന്നദാനമല്ല. അവിടെ ദാനം എന്ത് ചെയ്യില്ല, അതിൽ പെടില്ല. 2 രീതിയിലും നടക്കുന്നുണ്ട്. അതിൽ ആദ്യം പറഞ്ഞത് ശർഈയാണ്, ശരീഅത്ത് അനുകൂലിച്ചതും പുണ്യകർമ്മമാണ്. രണ്ടാമത് പറഞ്ഞത് കുറ്റകരവുമാണ്. അത് നബിതങ്ങളുടെ പേരിൽ ചെയ്യുകയാണെങ്കിൽ കുറ്റകരം എന്ന് പറഞ്ഞാൽ അതാണ്. നബിതങ്ങളുടെ പേരിൽ ചെയ്യുമ്പോഴും കുറ്റകരമാണ്. അല്ലാതെ ഇപ്പം 4 പേര് ചേർന്ന് കാശ് പിരിച്ച് ഒരു ചാപ്പാടുണ്ടാക്കി എല്ലാവരും കൂടെ തിന്നുന്നതിൽ എന്ത് കുഴപ്പം? അത് മുബാഹല്ലേ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നബിതങ്ങളുടെ പേരിലാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് കുറ്റകരമാണ്. ശരി, അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത്ആമ് സദഖകൾ ചെയ്യപ്പോൾ പലവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നബിദിനവുമായി ബന്ധപ്പെട്ട്, അല്ലേ? വീട് വെച്ച് കൊടുക്കുന്നത്, അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണത്തിൻ്റെ തുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ളവകൾ വഇൻഷാദി ഷൈഇൻ മിനൽ മദായിഹി നബവിയ്യ, നബിതങ്ങളുടെ മദ്ഹിൻ്റെ മേൽ അറിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാടുക, പറയുക, വാള് മജ്ലിസുകൾ നടത്തുക, അതൊക്കെ അതിൽ പെട്ടു. വാള് മജ്ലിസുകൾ നടത്തുക, മൗലിദ് പാരായണം നടത്തുക, വസ്സുഹുദിയ്യ അൽ മുഹർരിഖത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളെ ഇലാ ഫിഇലിൽ ഖൈർ, നന്മയിലേക്ക് ഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്ന നല്ല പാട്ടുകൾ, സുഹുദിയായ പാട്ടുകൾ. കണ്ട പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടല്ല, എന്തൊക്കെയുണ്ടല്ലോ സ്വർഗ സ്ത്രീകളെ വർണ്ണിക്കുക എന്നുള്ളത്. എന്താ ഒരു പാട്ട്, ഒരു ഹിറ്റായ പാട്ടുണ്ടല്ലോ സാർ, സംകൃത പമാനി, അങ്ങനെ അല്ലേ? പച്ച സെക്സ് പറയുന്ന പാട്ട് കേൾക്കുന്നവർക്ക് ബും 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 എന്ന് തോന്നും. അത് എന്താ പറയുന്ന അറിയില്ല, ശ്രദ്ധിച്ച് നോക്കി അറിയാം, പച്ച സെക്സാ പറയുന്നത്. ഇപ്പം ഏതായാലും ആ വാക്കുകൾ ഇതിലൂടെ പറയാൻ പറ്റൂല. ഇങ്ങനെ തുടങ്ങിയുള്ള പാട്ടുകൾ ഇതല്ല. സുഹുദിയായ, പടച്ചോനെ ഓർമ്മപ്പെടുത്തുന്ന, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സുഹുദിയായ പാട്ടുകൾ. ഇതൊക്കെയാണ് നബിദിനവുമായി ബന്ധപ്പെട്ട് മൗലിദ് പാരായണം, വഅള് പരിപാടികൾ, അന്നദാനം, സദഖ,
സദഖ, ഇങ്ങനെ തുടങ്ങിയുള്ള ഇത്തരം നല്ല ആരാധന, നല്ല കർമ്മങ്ങൾ. നബിതങ്ങൾ ആരാണ്, നബിതങ്ങളുടെ സ്വഭാവം എന്താണ്, നബിതങ്ങൾ എന്തൊക്കെ നമ്മൾ ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്തു എന്നൊക്കെ എന്ത് ചെയ്യുക, നബിതങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക, ലോകത്തിന് പരിചയപ്പെടുത്തുക. ഇതൊക്കെയാണ് നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തുകൂടെ ശ്രദ്ധിച്ചോടെ. ഞാൻ എഴുതിയത് എൻ്റെ വകയല്ല. അമ്മാമ യത്ബഉ ദാലിക, ഇനി ഇതിനോട് തുടർന്ന് നടക്കുന്ന മിനസ്സമാഇ വല്ലഹ്വി, വിനോദങ്ങൾ. സമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫിയാക്കളുടെ ഇസ്തിലാഹിൽ പറയുന്ന ഒരു പദമാണ്. നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, പാട്ട് പാടുമ്പോൾ ആ പാട്ടിനൊത്തെന്ത് ചെയ്യുക, ഡാൻസ് കളിക്കുക, നൃത്തം ചെയ്യുക. ഇന്നത്തെ നൃത്തമല്ല, അത് അവരുടെ ആ ഒരു വജിദ് എന്ന് പറയും, ആ ഒരു രൂപത്തിൽ കാണിക്കുന്ന ആ ഒരു നൃത്തം. ഇതൊക്കെ വഗൈരി ദാലിക, ഇതുപോലുള്ളതൊക്കെ ഫയംബഗി അൻ യുഖാല, അവിടെ പറയപ്പെടും മാകാന മിൻ ദാലിക മുബാഹൻ, സമാഇൽ മുബാഹായ സമാഇ. ഇപ്പം ദഫ് മുട്ടുന്നത്, ദഫ് മുട്ടി പാട്ടുപാട് മുബാഹാണ്, ശറഅ അനുവദിച്ചിട്ടുള്ളതാണ്. ആ ദഫ് മുട്ടുന്ന സമയത്ത് നൃത്ത ചുവടുകൾ വെക്കുന്നതും കുഴപ്പമില്ല. റഖസ് അനുവദിച്ചിട്ടുണ്ട്, തുഹഫയിലൊക്കെ ഉണ്ട്. ഇപ്പം റഖസ്, ആ ദഫിൽ ചിലങ്കയുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. ചിലങ്കയോടെയുള്ള ദഫും എന്ത് ചെയ്യാൻ മുട്ടാമെന്നുണ്ട്. ഹനഫി മദ്ഹബിൽ ചിലങ്കയുള്ളത് പാടില്ല എന്നാണ്. പക്ഷെ അതേ സമയത്ത് തുഹഫയിൽ ഷാഫിഈ മദ്ഹബിൽ അസഹായ അഭിപ്രായം ചിലങ്കയുള്ള ദഫാണെങ്കിൽ എന്ത് ചെയ്യാൻ മുട്ടാം. ദഫ് മുട്ടുമ്പോൾ ഒരു കളിയുണ്ടല്ലോ, ഇതൊക്കെയാണ് മുബാഹായ. ഈ മുബാഹായവകൾ കുഴപ്പമില്ല. ബിഹൈസു യഖ്തലി സുറൂറ ബിദാലിക്കൽ യൗം ലാ ബഅസ ബി. പക്ഷേ വമാ കാന ഹറാമൻ, ഹറാമായ വിനോദങ്ങൾ, ഔ മക്രൂഹൻ, അല്ലെങ്കിലോ മക്രൂഹായ വിനോദങ്ങൾ, ഫയുംനഉ, അതൊക്കെ തടയണം, പാടില്ല. നബിദിനത്തിൻ്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ കടുത്ത ഹറാമാണ്. വകദാ മാ കാന ഖിലാഫൽ ഔലാ, നല്ലതല്ല എന്ന് പറയപ്പെട്ട കാര്യങ്ങൾ പോലും നബിദിനത്തിൽ ചെയ്തുകൂടാ. ഹറാമ് മാത്രം ഒഴിവാക്കിയാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ഹറാമ് ഒഴിവാക്കണം, മക്രൂഹ് ഒഴിവാക്കണം, ഖിലാഫുൽ ഔല പോലും ഒഴിവാക്കണം. ഇതാണ് നബിദിനം ആഘോഷിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നബിദിനത്തിൻ്റെ പേരിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയും. നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന പരിപാടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പള്ളിയിൽ നിൽക്കുന്ന നമ്മൾ. ചോദിച്ചാൽ പറയും, ഉസ്താദെ എനിക്കതിൽ തൃപ്തിയുണ്ടായിട്ടൊന്നും അല്ല, എനിക്കതിൽ യോജിപ്പുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ എന്ത് ചെയ്യണം? കൂടെ നിന്നല്ലേ പറ്റൂ. നിന്നെ പോലെ ഇങ്ങനെ 4 പേര് കൂടെ നിന്നത് കൊണ്ടല്ലേ ഇതിങ്ങനെ ഉലുവ് കൂടി 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 ശറഇന്റെ സർവ്വ സീമകളും ലംഘിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. എന്നിട്ട് ഇതിനൊക്കെ നമ്മൾ തെളിവ് പറഞ്ഞു കൊടുക്കണോ? നബിദിനത്തിന്റെ പേരിൽ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ മഹാനായ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മദ്ഖലിൽ പറയുന്ന ഒരു ഗൗരവമായ ഒരു വാക്കുണ്ട്. സാധാരണ ദിവസത്തിൽ ചെയ്യുന്നതിനേക്കാൾ കടുപ്പം കൂടിയതാണ്, കടുപ്പമേറിയ ഹറാമാണ് നബിദിനത്തിൽ തോന്നിയാസങ്ങൾ ചെയ്യൽ. കാരണം ഈ ദിവസം, ഇബ്നു അബീൽ ഹാജ് റഹ്മത്തുള്ളാഹി പറയുന്ന ഈ ദിവസമുണ്ടല്ലോ നബിദിനം, ഇത് പരിശുദ്ധ റമദാനിലെ 27-ാം രാവ് പോലെയും മറ്റുമൊക്കെ പവിത്രമായ ദിവസമാണ്. അള്ളാന്റെ റസൂലിനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസമാണത്. ആ ദിവസത്തിൽ തന്നെ അള്ളാന്റെ റസൂലിന്റെ പേരും പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ ദീനിനെ ചവിട്ടിത്തേക്കുന്ന, പിറ്റിച്ചീന്തുന്ന പരിപാടി നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? നമുക്ക് എങ്ങനെ അനുകൂലിക്കാൻ പറ്റും? പണ്ഡിതന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരവരുടെ മഹല്ലുകളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ പരിപാടികൾ, ഈ തോന്നിയാസങ്ങളൊക്കെ ഒരു പരിധി വരെ നിൽക്കില്ലേ? നമ്മൾ മിണ്ടാതിരിക്കുന്നു. മഹല്ലുകൾ തീരുമാനമെടുക്കണം. ചെയ്യുന്ന കുറെ പിള്ളേരല്ലേ, ആ പിള്ളേരെ നിയന്ത്രിക്കാൻ എന്തേ മഹല്ലുകൾക്ക് കഴിയില്ലേ? മഹല്ലുകൾ തീരുമാനിച്ച് പണ്ഡിതന്മാർ ഏകോപിച്ച്, അതാത് പ്രദേശത്തുള്ള പണ്ഡിതന്മാർ ഏകോപിച്ച് നബിദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെ, ഇന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കണിശമായി പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ. ഇവിടെ ബിദഈകൾക്ക് മറുപടി പറയുന്നതിൽ മാത്രമായി നമ്മുടെ ശ്രദ്ധ. നബിദിനം ആഘോഷിക്കണം 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 എന്ന് പറയുന്നതിൽ മാത്രമായി നമ്മുടെ ശ്രദ്ധ. ആ പേരിൽ കാണിക്കുന്ന തോന്യാസങ്ങൾ, ആ പേരിൽ കാണിക്കുന്ന ഹറാമുകളും ബിദ്അത്തുകളും മുങ്കറാത്തുകളും
അതിനെ എതിർക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, കണ്ടാലും കാണാതെ വിടുന്നു. അല്ലാഹു കാക്കട്ടെ. ഇടയ്ക്ക് ഉസ്താദ് പറയുണ്ടായി, ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്, നബിദിനം ആയിക്കഴിഞ്ഞാൽ സുബ്ഹാന റബ്ബി, പിന്നെ പള്ളികളെല്ലാം അലങ്കരിച്ച് ലൈറ്റുകൾ, അത് ആദ്യം കുറച്ച് ലൈറ്റ്, പിന്നെ ഇപ്പം ദിവസങ്ങൾ വർഷങ്ങൾ കഴിയും തോറും ആദ്യം പള്ളിയുടെ ഉള്ളിലൊക്കെ കുറച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടതൊക്കെയായിരുന്നു, പിന്നെ പുറത്തായി, ഇപ്പം വഴിയിലായി, ഇപ്പം റോഡായി, പിന്നെ കിലോമീറ്ററുകളായി. അത് കഴിഞ്ഞിട്ടോ പിന്നെ അവിടെ നിന്ന് ഈ പച്ച പുല്ല്, ലക്ഷങ്ങൾ വില മതിക്കുന്ന പുല്ലൊക്കെ കൊണ്ടുവന്ന് ഇത് അലങ്കരിച്ച്, ഇത് ഓരോ പറയുകയാണെങ്കിൽ ഇങ്ങനെ കൂടി വരുന്നു. ഇമാം നവവി പറയുന്നു കേൾക്ക്. എൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്നുകൂടെ പറയട്ടെ. നമ്മുടെ ഇമാമിങ്ങൾ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞ, മൗലിദ് ഓതാൻ പറഞ്ഞ, മൗലിദ് ഓതുന്നത് പുണ്യകരമാണെന്ന് പറഞ്ഞ, നബിദിനം ആഘോഷിക്കുന്നത് പുണ്യകരമാണെന്ന് പറഞ്ഞ നമ്മുടെ ഇമാമിങ്ങൾ അവർ പറയുന്നു എന്ന് കേൾക്കി. സുഇല നഫഅല്ലാഹു ബി, മഹാനായ ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ ഹുക്മിൽ മവാലിദി വൽ അദ്കാരില്ലത്തി യുഫഅലു ഫീ കസീരിൻ മിനൻ നാസ് ഫീ ഹാദ സമാൻ. ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന മീലാദ് മൗലിദുകളെക്കുറിച്ച്, ദിക്റുകളെക്കുറിച്ചൊക്കെ മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു. ഹൽ ഹിയ സുന്നത്തുൻ ഫളീലത്തുൻ ബിദ്അത്തുൻ, സുന്നത്താണോ, നല്ലതാണോ, അതല്ല ബിദ്അത്താണോ എന്നുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി, ആ ചോദ്യം നീണ്ടു പോകുന്നുണ്ട്. ആ ചോദ്യത്തിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? എന്താ പറഞ്ഞത്? ഫാജാബ ബി ഖൗലിഹി അൽ മവാലിദു വൽ അദ്കാറുല്ലത്തി തുഫഅലു ഇൻദന. നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന മീലാദുകൾ, അതുപോലെ ദിക്റുകൾ, മൗലിദുകൾ, ഇവകളൊക്കെ അക്സറുഹാ മുഷ്തമിലുൻ അലാ ഖൈർ, അതിൽ ഭൂരിഭാഗവും ഒരുപാട് നന്മകളുണ്ട് അതിൽ. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വാള് പരിപാടികൾ നടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, നബിതങ്ങൾ ആരാണ് എന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഖൈറുകളുണ്ട്. കസദക്കത്തിൻ വദിക്രിൻ വസലാത്തിൻ വസലാമിൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വഅലാ ശർരിൻ, ചില തിന്മകളും അതിലുണ്ട്. ബൽ ഷുറൂരിൻ, തിന്മയല്ല ഒരുപാട് ഷെറുകളും ഉണ്ട്. ലൗലം യക്കുൻ മിൻഹ ഇല്ലാ റുയത്തുൻ നിസാഇ റിജാലി ലജാലിബ്, ആണും പെണ്ണും തമ്മിലുള്ള കൂടിക്കലരൽ എന്നുള്ളത് അതൊരു ഭയങ്കര കുഴപ്പമാണ്. അത് ഒഴിവാക്കിയാൽ തന്നെ വേറെ ഒരുപാട് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഓ ബാലുഹ ലൈസ ഫിഹാ ഷർറുൻ, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ ശർഈയായ രൂപത്തിൽ നടക്കുന്നവകളും, ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നടക്കുന്ന മീലാദ് ആഘോഷങ്ങളും ഉണ്ട്. ലാക്കിന്നഹ ഖലീലുൻ നാദിർ, പക്ഷെ വളരെ കുറവാണ്, അങ്ങനെ നടക്കുന്നത് വളരെ കുറവാണ്. വലാ ശക്ക, എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് എന്താ? സംശയമില്ല, അന്നൽ ഖിസ്മൽ അവ്വല, ആദ്യം പറഞ്ഞു വിഭാഗം എന്ന് വെച്ചാൽ ഷർറുകൾ ഉൾക്കൊണ്ട ആഘോഷങ്ങൾ, അതിൽ കുഴപ്പങ്ങളുണ്ട്. ശർഈ വിരുദ്ധമായത് ഉൾക്കൊണ്ടിട്ടുള്ള ആഘോഷങ്ങൾ അത് മംനൂഉൻ, തടയപ്പെടേണ്ടതാണ്, അത് പാടില്ല. ആ ഷർറ് ഒഴിവാക്കണം എന്നല്ല ആര് പറയുന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന ആ പരിപാടിയെ പാടില്ല. കാരണം ലിൽ ഖായിദത്തിൽ മഷ്ഹൂറ അൽ മുഖററ അന്ന ദർഅൽ മഫാസിദി മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്, അതിൽ ചില നന്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തിന്മകൾ ഒഴിവാക്കുന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. ഫമൻ അലിമ വുഖൂഅ ശൈഇൻ മിനശ്ശർരി ഫീമാ യഫ്അലുഹു, താൻ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഷർറ് നടക്കും എന്നറിയുന്നവൻ, ഫഹുവ, അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നന്മയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവൻ, ഫഹുവ ആസിൻ ആസിബുൻ, അവൻ പാപിയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ എന്താ? ഇതാ അമർത്തുക്കും ബിഷൈഇൻ ഫഅ്തു മിൻഹു മസ്തതഅതു, നിങ്ങളോടൊരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യുക. വൈദാ അമർത്തുക്കും വൈദാ നഹൈതുക്കും അന്നു ഫന്തഹു, നിരോധന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, പൂർണ്ണമായി വർജിക്കണം. അവിടെ മസ്തതഅത്തും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം നിരോധിച്ചാൽ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടില്ല, ഒഴിവായേ പറ്റൂ. കൽപ്പനയുടെ ഭാഗത്താണ് കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഷർറുകൾ ഒഴിവാക്കപ്പെടണം.
ഇവിടെ ഫുഖഹാക്കളുടെ ഇടയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മഹാനായ ഇമാം റംലി റഹ്മഹുള്ളയുടെ അഭിപ്രായം ഹറാമുകൾ കലർന്നിട്ടില്ല, ഹറാമുകൾ ഒഴിവാക്കുക, ആ പ്രവർത്തനം തന്നെ ഒഴിവാക്കണമെന്നില്ല എന്നാണ് റംലി ഇമാമിൻ്റെ വീക്ഷണം. പക്ഷേ ഇബ്നു ഹജർ തങ്ങളുടെ വീക്ഷണം ആ പരിപാടി തന്നെ ഒഴിവാക്കണം എന്നാണ്. അപ്പം എന്തായാലും ഇത് ഈ തോന്നിയാസങ്ങൾ മീലാദുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ തോന്നിയാസങ്ങൾ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ അലങ്കാരങ്ങൾ. അടുത്ത് നോക്കി, തസ്യീനുൽ മസാജിദി വ തുറുഖ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? പള്ളികളും വഴികളും അലങ്കരിക്കുക. ഇമാം നവവി പറയുന്നു, ഞാനല്ല, ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നവവി ഇമാം പറയുന്നു കേൾക്കി. ഇമാം നവവി തൻ്റെ അൽ മജ്മൂഇൽ പറയുന്നു, മിനൽ ബിദഇൽ മുങ്കറ, വളരെ മുങ്കറായ നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്ത് അനാചാരമാണ്. എന്ത്? മാ യുഫഅലു ഫീ കസീരിൻ മിനൽ ബുൽദാൻ, പല നാടുകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിൻ ഈഖാദിൽ ഖനാദീലിൽ കസീറത്തിൽ അളീമത്തി സിർഫി, ഒരുപാട് ദീപാലങ്കാരങ്ങൾ കൊണ്ട് പള്ളികളെ എന്ത് ചെയ്യുക? നിറയ്ക്കുക. ഫി ലയാലി മഅറൂഫ, ചില പ്രത്യേക രാത്രികളിൽ. മിനസ്സനത്തി, വർഷത്തിൽ ചില പ്രത്യേക രാത്രികളിൽ. അന്ന് മീലാദ് ആഘോഷത്തിന് നവവി ഇമാമിൻ്റെ കാലഘട്ടത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല. അന്നുണ്ടായിരുന്നത് ഏതാ? ലൈലത്തി നിസ്ഫി ഷഅബാൻ, ബറാഅത്ത് രാവിന് പള്ളി അലങ്കരിക്കുന്ന കാര്യമാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയുള്ളതൊക്കെ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു? എന്താണത്? ബിദ്അത്ത് മുങ്കറയാണ്, നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്താണത്. അതിൻ്റെ കൂട്ടത്തിൽ ശേഷം ആ നവവി ഇമാമിൻ്റെ ആ ഫത്വ കഴിഞ്ഞ് താഴെ വാലാഫൽ ബുജൈരിമി ഇത് എടുത്തുത്തരിച്ചിട്ട് ബുജൈരിമി പറയുന്നൊരു വാക്കുകൂടെ ഉണ്ട്, ചോദിക്കും. ഒമിനൽ ബിദഇൽ മുങ്കറത്തി ഐലൻ, അതുപോലെ അനാചാരം എതിർക്കപ്പെടേണ്ട ബിദ്അത്തിൽപ്പെട്ടതാണ്, അനാചാരമാണ്. മാ യുഫ്അലു ഫിൽ ജവാമിഇ മിൻ ഈഖാദിൽ ഖനാദീലി, ചില പള്ളികളിൽ ദീപാലങ്കാരം നടത്തും, അത് കെടുത്തുന്ന പരിപാടിയില്ല. രാത്രിക്ക് അസറിനെ തുടങ്ങിയാൽ പിന്നെ കാലത്ത് 10 മണി വരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അല്ലേ? ആവശ്യത്തിന് ലേറ്റ് കേൾക്കുമ്പോൾ പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങുമ്പോൾ അണയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളതങ്ങനെയല്ലേ? അതാ പറയുന്നത്. അത് ബുജൈരിമി പറയും. മിൻ ഈഖാദിൽ ഖനാദീലി വ തർക്കിഹ ഇലാ അൻ തത്ലുവ ശംസു വ തർതഫിയ, സൂര്യൻ ഉദിച്ച് നല്ല വെളിച്ചം ആകുന്നത് വരെ ഇങ്ങനെ ഈ ലൈറ്റുകളുടെ പ്രകാശം ലൈറ്റിട്ട് അലങ്കരിക്കുന്നത്, ഇതും നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ് എന്ന് ബുജൈരിമി പറയും. എന്നിട്ട് പറയുന്നത് അതേ മുസ്ലിങ്ങളുടെ പരിപാടിയല്ല, വഹുവ ഫിഅലുൽ യഹൂദ്, ജൂതന്മാരുടെ പരിപാടിയാണ് ഇത്. ജൂത സുന്നത്താണ്, സുന്നത്തുൽ യഹൂദ്, ജൂതന്മാരുടെ ചര്യയാണ്, മുസ്ലിമീങ്ങളുടെ പരിപാടിയല്ല. അവരാണ് ഫീ കനായിസിഹിം, അവരുടെ ചർച്ചുകളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്കതിന് എന്തെങ്കിലും പറ്റൂല. ബുജൈരിമി പറയും. ഇതൊക്കെയാണ് നമ്മുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ കൊട്ടും പാട്ടും താളവും മേളവും. പിന്നെന്താ? കുറെ ചെറുപ്പക്കാരുടെ എന്താണ് ബൈക്ക് റാലിയും. ആ ബൈക്ക് എന്തോ ഒരു പച്ച റിബണാണ്. ഈ പച്ച എന്തോ ദീനിൻ്റെ അലാമത്താണെന്നുള്ളതാണ്. പച്ച എന്ന് പറയുന്ന കളറിനൊരു പ്രാധാന്യം വന്നത് നമ്മുടെ ഖലീഫ മാമൂൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ഒരു പരിഷ്കാരമായിരുന്നു ഏത്? പച്ച. അഹ്ലു ബൈത്തിൽപ്പെട്ടവർക്ക് പച്ച ഷാളിടാൻ അല്ലെങ്കിൽ പച്ച തലയിൽ കെട്ടാനും, അതുപോലെ ജൂതന്മാർ അഹ്ലു ബൈത്തിൽ തന്നെ ഫാത്തിമിയീങ്ങൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ വരുന്നവർ പച്ചയും, അബ്ബാസി കുടുംബങ്ങളിൽ വരുന്നവർ, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽ വരുന്നവരുമാരാണ് അഹ്ലു ബൈത്താണല്ലോ. അപ്പം അവർ കറുപ്പ് ധരിക്കാനും, ജൂതന്മാർ അവരെന്ത് ചെയ്യാൻ, അവർ മഞ്ഞ ധരിക്കാനും, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു? ഓരോ കളറുകൾ ഓരോരുത്തർക്ക് നിശ്ചയിച്ചു. ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയും അവരുടെ ഭരണപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഖലീഫ മാമൂൻ അത് നിശ്ചയിച്ചു. അതിനുശേഷം അദ്ദേഹം അതെന്ത് ചെയ്തു? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ഒഴിവാക്കി. പിന്നീട് വീണ്ടും അത് പരിഷ്കരിച്ചത് അതിനുശേഷമുള്ള മറ്റൊരു രാജാവാണ്. ഖലീഫ അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു.
അതെ, ഖലീഫ അഷ്റഫ് ഷഅബാൻ ബിൻ സുൽത്താൻ ഹസൻ ബിൻ മുഹമ്മദ് ഖലാവൂൻ എന്ന് പറയുന്ന ആളാണ് പിന്നീട് അഹ്ലു ബൈത്തിൽപ്പെട്ടവർ പച്ച ധരിക്കുക, അവരെ എന്ത് ചെയ്യുക പ്രത്യേകമായി തിരിച്ചറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും അത് തുടങ്ങി വെച്ചു. ഇത് ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇമാം ബുജൈരിമി അങ്ങനെ തുടങ്ങിയുള്ളവർ, ബുജൈരിമി അതുപോലെ ഇബ്നു ഹജർ ഹൈത്തമി തുടങ്ങിയുള്ളവരൊക്കെ ഇത് പറഞ്ഞിട്ട് അവരവസാനം പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ പച്ച എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ധരിക്കാം, ധരിക്കാതിരിക്കാം. അതൊരു കളർ, അത്രയേ ഉള്ളൂ. അതിനെന്തില്ല ഇസ്ലാമുമായിട്ട് ബന്ധം ഇല്ല. പച്ചക്കൊടി ഉയർത്തുകയോ ഉയർത്താതിരിക്കുക, പച്ചക്കൊടി പിടിക്കുകയോ പിടിക്കാതിരിക്കുക. പച്ചക്കൊടി പിടിച്ചത് കുറ്റവുമല്ല, പിടിക്കാതിരിക്കുന്നത് കുറ്റവുമല്ല. പിടിച്ചത് പുണ്യവുമല്ല, പിടിക്കാതിരിക്കുന്നത് കുറ്റവുമല്ല. അത് അവരവരുടെ ഇഷ്ടം. അതുകൊണ്ട് ആരെയും എന്തെങ്കിലും ആക്ഷേപം. അപ്പം അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആൾക്കാർ അവരെ തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു ഭരണപരിഷ്കാരം ഒരു രാജാവ് നടപ്പാക്കിയതാണ്. അതവർ തുടർന്ന് വന്നുകൊണ്ട് പിന്നീട് ഞാനും അഹ്ലു ബൈത്താണ്, ഞാൻ തങ്ങളല്ലാത്ത തങ്ങന്മാരുണ്ടല്ലോ അല്ലേ, അഹ്ലു ബൈത്തിൽ പെടാത്ത എന്നാൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യാജസിദ്ധന്മാരും ഒരു പച്ച ഷാൾ എടുത്തിടാൻ തുടങ്ങി. അത് മൻ തസയ്യ ബി അസായിൽ ജാഹി, മൻ തസയ്യ എങ്ങനെയാണ് ഹദീസ് എനിക്ക് ഓർമ്മയില്ല, ഒരു ഇലാ ഗൈരി അബീഹി ഫാഇല്ലൂഹു ബിഹനി അബീഹി എന്ന് കൊണ്ട് വരുന്നില്ലേ, അർത്ഥം പറയാൻ പറ്റൂല. സ്വന്തം കുടുംബമല്ലാത്ത മറ്റൊരു കുടുംബത്തിലേക്ക് ചേർത്ത് തന്നെ പറഞ്ഞാൽ ആ കുടുംബത്തിൽ പെടാൻ അഹ്ലു ബൈത്തല്ല, എന്നിട്ടും താൻ അഹ്ലു ബൈത്താണെന്ന് പറയുകയാണെങ്കിൽ, തങ്ങൾ കുടുംബത്തിൽ പെടാത്തവൻ തങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ പറയുന്നത് ഫാഇല്ലൂഹു, അവനോട് നിങ്ങൾ പറയണം ബിഹനി അബീഹി, അവന്റെ അബിന്റെ ഹനിനെ കടിക്കാൻ പറയണം. അപ്പൊ എങ്ങനെയത് പറയുക നിങ്ങളുടെ മുമ്പിൽ? പച്ചക്കാനബി നിങ്ങൾ പറയുന്നത് അത്രയും കടുത്തതാണ്. അപ്പൊ അഹ്ലു ബൈത്ത് അല്ലാത്തവർ തന്നെ അഹ്ലു ബൈത്തായിട്ട് പറയാൻ പറ്റൂല, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തോന്നിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയട്ടെ, എൻ്റെ പേര് സയ്യിദ് മുസ്തഫ എന്നാണെങ്കിലും ഞാൻ സയ്യിദല്ല, സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവനല്ല. എൻ്റെ നാട്ടിലൊരു വലിയുണ്ട്, സയ്യിദ് മുസ്തഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മിക്കവാറുമുള്ളവരൊക്കെ ആ വലിയിൻ്റെ തബറുക്ക് എന്നുള്ള നിലയിൽ ആ പേരെന്ത് ചെയ്യാറുണ്ട്, വെക്കാറുണ്ട്. ആ നിലയിൽ വെക്കപ്പെട്ട പേരാണ്. ജുസ്ഉം മിനൽ അലമാണ്, അത് വസ്ഫല്ല. അത് ജുസ്ഉം മിനൽ അലമാണ്, അത്രയേ ഉള്ളൂ. അതെന്തല്ല, അത് വസ്ഫല്ല. അല്ലാത്തവരത് പറയണം. അല്ലേ, പറയുമ്പോൾ ഞാൻ പറയാൻ പറഞ്ഞില്ലല്ലോ തങ്ങളെന്ന് പറയുക, ഞാൻ തങ്ങളെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കേട്ടിട്ടങ്ങ് പറ്റില്ല, അല്ലെങ്കിൽ അല്ലാന്ന് പറയണം. അത് പാടില്ല, അത് പറ്റുന്ന കാര്യം. അപ്പം അവരുടെ ആ സീനത്ത്, അവർക്ക് മാത്രം പ്രത്യേകമായുള്ള സീനത്ത് മറ്റുള്ളവരെന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആകാനും പാടില്ല. അല്ലാതെ പച്ചയ്ക്ക് പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നുമില്ല. പച്ച റിബണും കെട്ടി എന്തോ ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമാണ് ഈ പച്ച കളർ എന്ന് വിചാരിച്ച് ബൈക്കിൻ്റെ സ്റ്റിയറിങ്ങിലും ബൈക്കിലും അവിടെ ഇവിടെയൊക്കെ പച്ച റിബണും കെട്ടി കുറെ തോന്നിയാസങ്ങൾ, കള്ളും കുടിച്ച് അവിടെ ഇവിടെയും പോയിരുന്ന് ഇവന്മാർ ഇടയ്ക്ക് പോയിട്ടും ചെയ്യും, കൂടിയിരുന്ന് കള്ളും കുടിയും. ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അപകടമാണ്. അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് താളമേളങ്ങൾ. ഇപ്പം ഈ ദഫ് എന്ന് പറഞ്ഞു, ദഫ് മുട്ട് പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ദഫ് മുട്ടി പാട്ട് പാടുന്നത് പറ്റുന്നത്. അവിടെ മ്യൂസിക്കുള്ള പാട്ട് വിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ദഫ് കളി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അത് ഹറാമായി. മ്യൂസിക് ഷറ എന്ത് ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. താളമേളങ്ങൾ, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ ഷറ അനുവദിച്ചിട്ടില്ല. നബിദിനം ആണെങ്കിൽ രാവിലെ മുതലേ തുടങ്ങും, അത് പള്ളിൻ്റെ ഉള്ളിൽ. ചില തെക്കാവുകളിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എവിടെയാണ് ഈ ഇത് കാസറ്റ് ഇട്ടിരിക്കുന്നത്, എവിടെയായിരിക്കും, പള്ളിൻ്റെ ഉള്ളിലാണ്. പള്ളിയുടെ മൈക്കിലൂടെയാണ് ഈ പാട്ടുകൾ. താളമേളങ്ങൾ ഇസ്ലാം എന്ത് ചെയ്തില്ലേ, താളമേളങ്ങളോടുകൂടിയുള്ള പാട്ടുകളും മറ്റും ഇസ്ലാം കടുത്ത നിലയിൽ എന്ത് ചെയ്യുന്നു, ഹറാമാക്കിയിട്ടുള്ളതാണ്. ويحرم استعمال آلة من شعار الشربة كطنبور وعود وصنج ومزمار عراقي. എങ്ങനെ ഓരോന്ന് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നു. അമ്മൽ ഗിനാഉ അലൽ ആലത്തിൽ മുത്രിബത്തി കത്തുംബൂരി والعود وسائر المعازف أي الملاهي والأوتار وما يضرب به والمزمار
ഇറാഖി എന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ എന്തൊക്കെയാ സാധനങ്ങൾ? തമ്പുരു, സാരംഗി, മുക്കമ്പി, കൈത്താളം, വല്ലകി, നാലുകമ്പി, കൈമണി, വീണ, വീണക്കുഴല്, പുല്ലാങ്കുഴല്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ ഇതുണ്ടോ, സംഗീതോപകരണങ്ങളുണ്ടോ, ഇതൊക്കെ ഹറാമാണ്. അള്ളാഹിന്റെ റസൂല് പറയുന്നത്, ഇന്നല്ലാഹ ബഅസനി റഹ്മത്തൽ ലിൽ ആലമീൻ വഹുദൽ ലിൽ ആലമീൻ വഅമറനി റബ്ബി അസ്സ വജല്ല ബിമഹ്ഖിൽ മആസിഫി വൽ മസാമീർ വൽ ഔസാൻ. അള്ളാഹിന്റെ റസൂല് പറയുന്ന, അള്ളാഹ് എന്നെ അയച്ചത്, എന്നെ നിയോഗിച്ചത് സംഗീതങ്ങളും താളമേളങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനാണ്. ആ ദിവസം തന്നെ വേണം ആ പരിപാടി. അള്ളാഹിന്റെ റസൂലിന്റെ നിയോഗ ലക്ഷ്യം. അള്ളാഹിന്റെ റസൂല് പറയുന്നു, എന്നെ അള്ളാഹ് അയച്ചത് ഇതൊക്കെ തുടച്ചു നീക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് ജനിച്ച ദിവസം തന്നെ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത് എത്ര കടുപ്പമാണ്. ഇതെന്തേ നമ്മൾ പറയാത്തത്? ഈ പിള്ളേരെ ഞാൻ കുറ്റം പറയില്ല. യുവാക്കൾ, കുറേ കൗമാരപ്രായത്തുള്ള പിള്ളേരാണല്ലോ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർക്കറിയില്ല, അവർക്കിതിൻ്റെ ഗൗരവം അറിയില്ല. അവരൊരു വിനോദം ഇത്രയും കണക്കാക്കിയിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹുബ്ബ്, വയറ് നിറയെ കള്ളാണെങ്കിലും മനസ്സ് നിറയെ ഹുബ്ബാണ്. സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇപ്പോൾ അൽ-ആഖിലു തക്ഫീഹിൽ ഇഷാറ, കുറച്ച് മതി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് മതി. ഇപ്പോൾ ഈ സംഗീതം അങ്ങനെ തുടങ്ങിയുള്ളവകളൊക്കെ ഇതെല്ലാം ഇസ്ലാം അനുവദിച്ച് ഹറാമാക്കിയത് മാത്രമല്ല, ഇതിൽ മുഴുകുന്നവരെക്കുറിച്ച് അള്ളാഹിൻ്റെ റസൂല് പറയുന്ന മറ്റൊരു ഹദീസുണ്ട്, തബീതു തായിഫത്തും മിൻ ഉമ്മത്തി അലാ അക്ലിൻ വശുർബിൻ വലഹബിൻ വലഅബ് സുമ്മ യുസ്ബിഹൂന ഖിറദത്തൻ വഖനാസിറ. ഒരു സുപ്രഭാതത്തിൽ നബിദിനാഘോഷത്തിൽ പങ്കെടുത്തവരൊക്കെ പന്നികളും കുരങ്ങുകളുമായി മാറുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചോളയും. ഇത് ഹദീസാണ്. നബിദിനാഘോഷം എന്നല്ല പറഞ്ഞത്. ആ ആഘോഷത്തിൻ്റെ പേരിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ, തെമ്മാടിത്തരങ്ങൾ, ലഹുവുമായിട്ട് അങ്ങനെയെല്ലാം പന്നികളും കുരങ്ങുകളുമായി മാറുമ്പോൾ അള്ളാഹു ഒരു ആറ്റയിക്കും. കമാ നസഫത്ത് മങ്കാന ഖബ്ലഹും ബിസ്തിഹ്ലാലിഹിമുൽ ഖുമൂറ വളർബിഹിം ബിദ്ദുഫൂഫ് വത്തിഖാദിഹിമുൽ ഖൈനാത്ത്. ഇനി എന്തായാലും വിഷയം നിർത്താൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്.